ഹേ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. സോ ഗൈസ്, ഈ ഉർവശി ശാപം ഉപകാരം എന്ന് പറഞ്ഞ ഒരു കാര്യമുണ്ടല്ലോ, അതായത് നമ്മുടെ സിനിമാടിയല്ല, നമ്മുടെ ഉർവശി. സോ എന്ന് പറഞ്ഞ പോലെയാണ് ഈ സാംസങ്ങിൻ്റെ ഗ്രീൻ ലൈൻ ഡിസ്പ്ലേ ഇഷ്യൂ. എൻ്റെ എക്സ്പീരിയൻസ് ഫസ്റ്റ് മുതൽ അവസാനം എനിക്ക് റെക്ടിഫൈ തരുന്നുള്ള വീഡിയോസൊക്കെ ഞാൻ യൂട്യൂബിൽ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഡീറ്റെയിൽഡ് ആയിട്ട് എങ്ങനെയൊക്കെ ഇത് ക്ലെയിം ചെയ്യാമെന്നുള്ള എല്ലാ ഡീറ്റെയിൽസും ഞാൻ കൊടുത്തിട്ടുണ്ട്. എന്നിട്ടും എന്നോട് ഒരുപാട് പേര് കമൻറ്റ് ചോദിക്കുന്നതിനകത്ത് ഞാൻ ഒരിക്കലും പരിഭവം പറയുകയില്ല. ഞാൻ ആ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടില്ലാത്തവർ ഉറപ്പായിട്ടും നിങ്ങൾക്ക് എൻ്റെ ചാനലിൽ കയറി കഴിഞ്ഞാൽ ഗ്രീൻ ലൈൻ ഇഷ്യൂമായിട്ട് ബന്ധപ്പെട്ട ഒരു 3-4 വീഡിയോസ് ഉണ്ട്. അതെനിക്ക് പ്രോബ്ലംസ് അവർ സോൾവ് ചെയ്തു തന്നുള്ള വീഡിയോസ്. സോ ആ വീഡിയോസിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതിനുള്ള പരിഹാരം കിട്ടും. അതുപോലെ നിങ്ങൾ പാറ്റേൺ ചെയ്ത് നോക്കും. ഞാൻ ചെയ്തൊരു പാറ്റേൺ നിങ്ങൾ പോയി നോക്കും. എനിക്ക് തോന്നുന്നത് ഒരു 99% നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. 1% ഞാൻ ഗ്യാരണ്ടി പറയുന്നില്ല. കാരണം ഡിപ്പെൻഡ്സ് ഓൺ ദ സിറ്റുവേഷൻ. അത് അവരുടെ മൈൻഡ് സെറ്റ് പോലെയൊക്കെ ആയിരിക്കും. പക്ഷേ എങ്കിലും നമ്മുടെ അവകാശപ്പെട്ട ഒരു കാര്യം നമുക്ക് ചോദിക്കുന്നത് തെറ്റില്ല. സോ നമുക്ക് നമ്മുടെ സബ്ജക്റ്റിലേക്ക് വരാം. നമ്മുടെ S22 അൾട്ര നമ്മുടെ ഫോണ് ഏകദേശം ഗ്രീൻ ലൈൻ ഇഷ്യൂ വന്ന ഫോണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 2 ആഴ്ചത്തെ നിരന്തരം മെയിലിന് ശേഷം ഞാൻ ഫോൺ ഹാൻഡ് ഓവർ ചെയ്ത് 3-ാമത്തെ ദിവസം എനിക്ക് ഡിസ്പ്ലേ മാറി തന്നു. ഞാൻ നേരത്തെ പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്, ഉർവശി ശാപം ഉപകാരം എന്ന് പറഞ്ഞ പോലെ ഇതൊരു ബോണസ് പോയിന്റും കൂടി ഇതിനകത്ത് പറയാനുണ്ട്. അത് ഞാൻ പറയുന്നതിന് മുമ്പ് 1-2 കാര്യം പറയാം. ഒന്നുകൂടെ ഞാൻ അഗെയിൻ നിങ്ങളോട് പറയുന്നു, ഞാൻ ഈ ഒരു ഫോൺ ഏകദേശം 2.5 വർഷമായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഫോണാണ്. ഈ 2 വർഷം 4 മാസം ആകുമ്പോഴാണ് എൻ്റെ ഫോണിന് ഗ്രീൻ ലൈൻ ഇഷ്യൂ വരുന്നതും ഞാൻ ട്വിറ്ററിൽ എൻ്റെ ഗ്രീൻ ലൈൻ ഇഷ്യൂവിൻ്റെ ഫോട്ടോസ് എല്ലാം പോസ്റ്റ് ചെയ്ത് സാംസങ്ങിൻ്റെ പല പേജുകളെ ടാഗ് ചെയ്തതിന് ശേഷം അവരെനിക്ക് പേഴ്സണൽ മെസ്സേജ് അയക്കുന്നു. അങ്ങനെ ജോബ് കാർഡ് ക്രിയേറ്റ് ചെയ്യാൻ അവരെന്നോട് പറയുന്നു. അങ്ങനെ നിരന്തരം മെയിലും കാര്യങ്ങളും ചെയ്തതിന് ശേഷം സാംസങ്ങിൻ്റെ ഇവിടുത്തെ നമ്മുടെ കോട്ടയത്തെ സർവീസ് സെൻറ്ററിലാണ് ഞാൻ കൊടുക്കുന്നത്. കോട്ടയം സർവീസ് സെൻറ്ററിൽ കൊടുക്കുന്നു. അവർ 3-ാമത്തെ ദിവസം എനിക്ക് സാംസങ്ങിൻ്റെ ഒഫീഷ്യൽസിൽ നിന്ന് ഉറപ്പ് തരുന്നു, നിങ്ങൾക്ക് ഡിസ്പ്ലേ മാറി തരുന്നു. അങ്ങനെ 3-ാം ദിവസം തന്നെ എനിക്ക് ഡിസ്പ്ലേ മാറി കിട്ടുന്നു. ഐ എം ഹാപ്പി. 2.5 വർഷം പഴക്കമുള്ള ഫോണാണ് നിങ്ങൾ ഓർത്തോളം, വിത്തൗട്ട് എനി ഫിസിക്കൽ ഡാമേജ് ഓർ വാട്ടർ ഇഷ്യൂസ്. ഓക്കെ, അങ്ങനെയുള്ളവരാരും ക്ലെയിം ചെയ്യാൻ നിൽക്കരുത്. അത് ഇപ്പോഴും ഞാൻ ഉടനെ ഒന്നും കൂടെ ഞാൻ പറയുകയാണ്. സോ ഇനി നിലവിൽ എനിക്കൊരു ബുദ്ധിമുട്ടായിട്ട് അല്ലെങ്കിൽ എനിക്ക് വിഷമം തോന്നിയൊരു കാര്യം, കുറേ ആൾക്കാർക്ക് 1 വർഷം 1.5 വർഷമായിട്ടുള്ളവർക്ക് ഇപ്പോഴും ഇങ്ങനെ ഇഷ്യൂ ഫേസ് ചെയ്തും എന്നിട്ട് അവർക്ക് കിട്ടുന്നില്ല എന്നുള്ളൊരു സങ്കടം അവർ പറയുന്നുണ്ട്. പ്രത്യേകിച്ച് S21 സീരീസ് S23 സീരീസ് ഒക്കെ പറയുന്നുണ്ട്. സോ ഗൈസ്, ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ മാക്സിമം നിങ്ങൾക്ക് നമ്മളൊരു ഫോൺ 1 ടൈം ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. നിങ്ങൾ മാക്സിമം അതിനെക്കുറിച്ച് നിങ്ങൾ മാക്സിമം നിങ്ങൾ വാങ്ങിച്ചെടുക്കാൻ നോക്കുക. ഞാനത് എപ്പോഴും പറയുന്നത്. കൺസ്യൂമർ കോർട്ടിൽ കേസിൽ പോകുന്നതൊക്കെ നമുക്ക് പറയാൻ എളുപ്പമാണ്, പക്ഷേ ഇതിനൊക്കെ ഒരുപാട് പ്രൊസീജിയർ ഉണ്ട്. നമ്മുടെ ടൈം നമ്മുടെ പല ജോലികളും നമ്മൾ അതിന് പുറകെ പോകേണ്ടി വരും. അതൊരു മേജർ ഫാക്ടറാണ്. അത് അവർക്കും അറിയാം. ഈ പറയുന്ന കമ്പനികൾക്ക് ഇത് അറിയാവുന്ന കാര്യമാണ്. ഒരുപാട് പേര് ഇതിനകത്ത് മെനക്കെടാൻ പോകത്തില്ല. ഒരു 100-ൽ ഒരു 5% അല്ലെങ്കിൽ ഒരു 100% ഒരു 5% പേര് ചിലപ്പോൾ കൺസ്യൂമർ കോർട്ടിൽ പോയി കേസിൽ പോകും. അല്ലാതെ എങ്ങനെയെങ്കിലും വാങ്ങിച്ചെടുക്കാനാണ് നോക്കുന്നത്. സോ എനിവേ, എല്ലാവർക്കും സംഭവിക്കട്ടെ. ഞാൻ പറഞ്ഞു വന്നൊരു കാര്യം, ഈ ഒരു നമ്മുടെ S22 അൾട്ര നമ്മുടെ ഗ്രീൻ ലൈൻ ഡിസ്പ്ലേ മാറിയിരുന്നു. സോ ഗ്രീൻ ലൈൻ ഇഷ്യൂ വന്നതിന് ശേഷം ഡിസ്പ്ലേ മാറിയ ഫ്രീ ഓഫ് കോസ്റ്റ് അവർ മാറി തന്നു. 501 രൂപ ഞാൻ കൊടുത്തു. അതിനുശേഷമാണ് മാറി കിട്ടിയത്. ഇനി ഞാൻ പറഞ്ഞു വന്ന കാര്യം നേരത്തെ പറഞ്ഞ പോയിന്റാണ്. ആ ഒരു ബോണസ് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു ഡിസ്പ്ലേ മാറുമ്പോൾ ഞാൻ നേരത്തെ വീഡിയോയിൽ പറയുന്നുണ്ട്, ഈ ഒരു ഡിസ്പ്ലേ മാറുന്നത് സാംസങ്ങിൻ്റെ പ്രത്യേകതയാണ്. മറ്റ് കമ്പനികൾ എങ്ങനെയാണെന്ന് എനിക്കറിയാം. വിവോയുടെ മാറുമ്പോൾ ഡിസ്പ്ലേ മാത്രമേ മാറി കിട്ടുള്ളൂ, ബാറ്ററി കമ്പാർട്ട്മെൻറ്റ് മാറി തന്നിട്ടില്ല. അതാണ് ഞാൻ ഇപ്പം പറഞ്ഞു വരുന്നത്. ഈ ഒരു ഫോണിൻ്റെ എനിക്ക് മാറി തന്ന ഒരു പോർഷൻ ഈ ഒരു ഫുൾ കിറ്റാണ് മാറിയിരിക്കുന്നത്. ബാക്ക് ബോഡി ഒഴിച്ചിട്ടുള്ള ബാക്കി ഫുൾ കിറ്റ് അവർ മാറിയിട്ടുണ്ട്. അതായത് ഡിസ്പ്ലേ, സൈഡ് ബോഡി, പിന്നെ ബാറ്ററി പാക്ക്. അതാണ് ഞാൻ ഈ പറഞ്ഞ ബോണസ് പോയിന്റ്. അതായത് ഗ്രീൻ ലൈൻ ഇഷ്യൂ വന്ന ഫോണുകൾ എനിക്കത് എല്ലാ സീരീസിനും അങ്ങനെ കൊടുക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. എൻ്റെ S22 അൾട്രയ്ക്ക് അവർ ഡിസ്പ്ലേ മാറിയപ്പോൾ അതിനോടൊപ്പം ബാറ്ററി മാറി തന്നിട്ടുണ്ട്. അത് ഞാൻ പിന്നീടാണ് ശ്രദ്ധിച്ചത്. സോ അത് ഞാൻ പിന്നീട് ക്ലാരിഫൈ ചെയ്തപ്പോൾ അവർ പറഞ്ഞു, സാർ ബാറ്ററി ഉൾപ്പെടെയാണ് അത് ചേഞ്ച് ചെയ്തതെന്ന് പറഞ്ഞു. ദാറ്റ് മീൻസ് ഇറ്റ്സ് എ ബോണസ്. കാരണം നമുക്കറിയാം, നമ്മുടെ ഈ S22 അൾട്ര 8 Gen 1 പ്രോസസ്സറാണ്, 12 GB റാം, 256 ആണ്. അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സും ഈ ഒരു ഫോണിന് കൊടുത്തിട്ടുണ്ട് കമ്പനി, ഇൻക്ലൂഡിങ് AI വരെ ഇതിൽ സോഫ്റ്റ്വെയർ അപ്ഡേഷൻ ശേഷം കിട്ടിയിട്ടുണ്ട്. സോ ആക്ച്വലി ഇറ്റ്സ് എ പാക്കേജ് ഫോൺ. പിന്നെ കർവ് ഡിസ്പ്ലേ ആണ്, വണ്ടർഫുൾ ഡിസ്പ്ലേ ആണ്. എല്ലാ രീതിയിലും ഒരു സാംസങ്ങിൻ്റെ ഫ്ലാഗ്ഷിപ്പ് ലെവലിൽ നിൽക്കുന്ന ഇപ്പോഴും S25 ഇറങ്ങിയെങ്കിലും പ്രോസസ്സർ കുറവാണെങ്കിൽ പോലും 8 Gen 1 ആണെങ്കിൽ പോലും ഇറ്റ്സ് എ വണ്ടർഫുൾ ഫോൺ എന്ന് ഞാൻ ഇപ്പോഴും പറയുന്നു, നമ്മളെ എക്സെപ്റ്റ് ഗ്രീൻ ലൈൻ ഇഷ്യൂവിനെ മാറ്റി നിർത്തിയത്. സോ ഇപ്പം ഞാൻ 2.5 വർഷമായിട്ട് ഈ ഫോൺ ഉപയോഗിക്കുന്നു. ആ സമയത്ത് എനിക്ക് ഈ ഗ്രീൻ ലൈൻ വന്നു, ബാറ്ററി ഉൾപ്പെടെ അവർ ചേഞ്ച് ഓഫ് ചെയ്തു. അതാണ് ഞാൻ ബോണസ് എന്ന് പറയുന്നത്. എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയില്ല. മിക്ക സീരീസിലും എല്ലാ സാംസങ് സീരീസും അങ്ങനെ ചെയ്യുന്നുണ്ടോ എനിക്കറിയില്ലെങ്കിലും അൾട്രാ സീരീസ് അവർ പറയുന്നത് ഡിസ്പ്ലേ മാറുന്ന കൂടുതൽ ബാറ്ററി പാക്ക് ഉൾപ്പെടെയാണ് അവർ മാറുന്നതാണ് പറയുന്നത്. സോ അതൊരു കസ്റ്റമറിന് കിട്ടുന്ന ഒരു ബോണസും കൂടാണ്. കാരണം നമ്മൾ അത്രയും പൈസ ഒന്നും ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല അതിലേക്ക്. അപ്പം നമ്മൾ 2.5 വർഷമായിട്ട് ഞാൻ കണ്ടിന്യൂ ഉപയോഗിക്കുന്ന ഫോൺ. ഞാൻ ഇപ്പോഴും ഈ ഫോണിൽ ബാറ്ററി പ്രൊട്ടക്ഷൻ ഓൺ ആക്കിയിട്ടേക്കും ഈ ഫോണിൽ. കാരണം 80% ആകുമ്പോഴത്തേക്ക് ഇതിൻ്റെ ബാറ്ററി കട്ട് ഓഫ് ആവും. ഞാൻ അങ്ങനെയാണ് ഈ ഫോൺ ഇത്രയും നാൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഈ കഴിഞ്ഞ 2.5 വർഷം ഞാൻ അങ്ങനെയാണ് 80% കൂടുതൽ ഞാൻ ചാർജ് ചെയ്യാറില്ല ഈ ഫോൺ. സോ 80% കൂടുതൽ ഞാൻ ചാർജ് ചെയ്യാറില്ല ഈ ഫോൺ.
സോ ഞാനതൊരു അങ്ങനെ നോക്കുമ്പം 2.5 വർഷം ആയ ഫോണിൻ്റെ ബാറ്ററി സൈക്കിൾ എന്താണെങ്കിലും കുറേ ഡിഫറൻസ് വന്നതാണ്. കാരണം നമ്മൾ ചിലപ്പോൾ കാറിൽ ചാർജ് ചെയ്യാറുണ്ട്, ചിലപ്പോൾ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ടൈംസ് നമ്മൾ ചാർജ് ചെയ്യും, ചിലപ്പോൾ ഒരു 40% കഴിഞ്ഞ് നമ്മൾ എടുത്തുകൊണ്ട് പോകും, പിന്നെ വന്ന് പിന്നെയും കുത്തിയിടും, അങ്ങനെ കുറേ കാര്യങ്ങളാണ്. അപ്പോൾ സ്വാഭാവികം 1 വർഷം കഴിയുമ്പോഴേക്കും ബാറ്ററി സൈക്കിൾസ് ഒരുപാട് ഡിഫറൻസ് വരും. സോ ഇങ്ങനെ വന്നപ്പോൾ ഈ ഗ്രീൻ ലൈൻ ഇഷ്യൂ വന്ന ഒരു വിഷമകരമായ ഒരു സിറ്റുവേഷൻ ആണെങ്കിലും അതിൻ്റെ കൂട്ടത്തിൽ ഈ ഒരു ഫോൺ വീണ്ടും കുറേ വർഷം ഉപയോഗിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൂടെ സാംസങ് തന്നു എന്ന് വേണമെങ്കിൽ പറയാം. എനിക്ക് കിട്ടാത്ത ഒരുപാട് ആൾക്കാരുണ്ടെങ്കിലും അത് വാങ്ങിച്ചെടുക്കുന്ന കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു കാര്യത്തിൽ എനിക്ക് സാംസങ്ങിൽ ഈ ഡിസ്പ്ലേ മാറിയതിൻ്റെ കൂട്ടത്തിൽ എൻ്റെ ബാറ്ററി കൂടി മാറി തന്നതുകൊണ്ട് തന്നെ എഗെയിൻ എനിക്ക് നേരത്തെ പ്രീവിയസ് എത്ര വർഷമാണ് ഞാൻ 2.5 വർഷത്തോട് ഉപയോഗിച്ചത് അതേപോലെ തന്നെ എനിക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി വന്നു. ഇനിയും ഗ്രീൻ ലൈൻ വന്നില്ലെങ്കിൽ കേട്ടോ, കാരണം ഇനിയും ഗ്രീൻ ലൈൻ വരുമല്ലോ എന്നുള്ള അറിയില്ല. ഗ്രീൻ ലൈനെ കുറിച്ച് പറയുമ്പോൾ എല്ലാവരും പറയുന്ന ഹാർഡ്വെയർ ഇഷ്യൂ ഉണ്ട്. കാരണം തീർച്ചയായിട്ടും ഹാർഡ്വെയർ ഇഷ്യൂവിൻ്റെ ഒരു ഭാഗമായിട്ട് ഗ്രീൻ ലൈൻ വരുന്നുണ്ട്. സോഫ്റ്റ്വെയർ അപ്ഡേഷൻ്റെ ഭാഗമായിട്ട് വരുമ്പോൾ ഉണ്ടാകുന്ന ഹാർഡ്വെയർ ഇഷ്യൂസ് ആണ് അങ്ങനെ സംഭവിക്കുന്നതെന്നും പറയുന്നു. ആക്ച്വലി അതിനെക്കുറിച്ചൊന്നും കൃത്യമായിട്ടുള്ള എക്സ്പ്ലനേഷൻസ് ഒന്നും എവിടെയും ഞാൻ കണ്ടില്ല. ഇനി അങ്ങനെ ഉണ്ടാവാം. സോ അങ്ങനെയും പറയപ്പെടുന്നുണ്ട്. ഫേംവെയർ അപ്ഡേഷൻ എന്ന് പറയുന്ന സംഭവം അങ്ങനെ ആ സംഭവമാണ് മെയിനായിട്ട് ഹാർഡ്വെയറിന് കൊടുക്കുന്നതാണത്. സോ അങ്ങനെയുള്ള ഇഷ്യൂസ് ഉണ്ട് എങ്കിലും അവരുടെ എനിക്ക് ഇത്രയും ചെയ്തു തന്നു. 2.5 വർഷം ഉപയോഗിച്ചിരുന്ന ബാറ്ററി ബാക്കപ്പ് കുറഞ്ഞ ഒരു ഫോണാണ്. കാരണം എനിക്കറിയാം ഉപയോഗിച്ച് വന്ന സമയത്ത് 2 വർഷം കഴിയുമ്പോൾ ഇതിൻ്റെ ബാറ്ററി ചാർജ് പെട്ടെന്ന് ഇറങ്ങി പോകുന്നതായിട്ടൊരു ഫീൽ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഞാൻ ഇത് ഉപയോഗിച്ച് തുടങ്ങിയിട്ട് ഇപ്പം ഏറെക്കുറെ ഇപ്പോൾ 1 മാസത്തിന് മേലായി നമ്മുടെ ഗ്രീൻ ലൈൻ വന്ന് ഡിസ്പ്ലേ മാറിയ ശേഷം ഏകദേശം 1 മാസമാകുന്നു. ഇപ്പോൾ ഞാൻ ഉപയോഗിക്കുമ്പോഴത്തേക്ക് എനിക്ക് തോന്നിയ കാര്യം ഈ ഒരു ഫോണിൻ്റെ ബാറ്ററി ആ ഒരു ഫസ്റ്റ് ടൈം ഞാൻ വാങ്ങിച്ച ഒരു ടൈമുണ്ട്, ഈ ഫോൺ വാങ്ങിച്ച ടൈമിൽ കിട്ടുന്ന ആ ഒരു ബാറ്ററി ബാക്കപ്പ് എനിക്ക് കിട്ടുന്നുണ്ട്. ദാറ്റ് മീൻസ് ദ പെർഫോമൻസ് ഇൻക്രീസ്ഡ്. ബാറ്ററിയുടെ പെർഫോമൻസ് ഇൻക്രീസ് ആയതിനർത്ഥം അവർ ബാറ്ററി റീപ്ലേസ് ചെയ്യുന്നതാണ്. കാരണം ബില്ലിലും അത് അവർ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ക്ലാരിഫൈ ഞാൻ ചെയ്യുകയും ചെയ്തു അവരെ വിളിച്ചിട്ട്. സോ അതൊരു ബോണസാണ്. അതായത് ഉർവശി ശാപ ഉപകാരം എന്ന് പറഞ്ഞ പോലെ സാംസങ്ങിൻ്റെ ഗ്രീൻ ലൈൻ വന്ന ആൾക്കാർക്ക് ബാറ്ററിയും കൂടെയും മാറി കൊടുക്കുന്നുണ്ടെങ്കിൽ എല്ലാ സീരീസിലുണ്ടോ എന്ന് എനിക്ക് അറിയില്ല, ഇപ്പോഴും ഞാനത് പറയുന്നില്ല. അൾട്രാ സീരീസിനായിക്കോട്ടെ, പ്ലസ് സീരീസോ നോർമൽ S22 S23 അങ്ങനെ ആണെങ്കിൽ പോലും അത് കിട്ടുവാണെങ്കിൽ നല്ലതായിരിക്കും. സോ അങ്ങനെ നമ്മൾ കുറച്ച് മെനക്കെട്ടാലും നമുക്കൊരു, കാരണം ഞാൻ കുറച്ച് മെനക്കെട്ടതിൻ്റെ എനിക്കൊരു ബോണസായിട്ട് ഞാൻ ഈ ബാറ്ററി കൂടെ മാറി തരുന്നത് കാണുന്നത്. കാരണം എല്ലാ കമ്പനിക്ക് എക്സ്പെൻസ് ആണ്. ഈ 2500 3000 കണ്ടാണ് തോന്നുന്നത് ബാറ്ററിയുടെ റേറ്റ് എന്നതാണ് ഒഫീഷ്യലി പറയപ്പെടുന്നത്. സോ നമുക്ക് ഫുൾ കിറ്റായിട്ട് മാറി ഇപ്പം ആക്ച്വലി ഒരു ഫ്രഷ് ഫോണായിട്ട് ഉപയോഗിക്കുന്നതായിട്ട് ഞാനിപ്പോഴും ഈ ഒരു ഫോണിനെ കാണുന്നു. കാരണം ഒരു എൻ്റെ സ്ക്രാച്ചസ് അല്ലെങ്കിൽ ഈ പറഞ്ഞ കറകളൊക്കെ പിടിച്ചതൊക്കെ ഉണ്ടായതെല്ലാം ഈ പാനൽ മറുപടി അത് ക്ലിയർ ആയി. സോ ബ്രാൻഡ് ന്യൂ ഫോണായിട്ടാണ് ഇപ്പോഴും ഞാൻ ഈ ഒരു ഫോണിനെ എനിക്ക് ഫീൽ കിട്ടുന്നത്. അങ്ങനെയാണ്. അപ്പം മൊത്തത്തിൽ ഇതിൻ്റെ ഡിസ്പ്ലേയും മാർക്കറ്റി ബാറ്ററിയും മാർക്കറ്റി കംപ്ലീറ്റ് ഹാപ്പിയാണ്. ഇനിയും ഞാൻ പറഞ്ഞു വന്ന കാര്യം, നിങ്ങൾ ഈ ഒരു പ്രശ്നം ഇപ്പോഴും ഫേസ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. സാംസങ്ങിനെ ഇപ്പോൾ എന്നോട് കഴിഞ്ഞ ഒരു ദിവസം ഒരു സുഹൃത്ത് മെസ്സേജ് അയച്ചിട്ട് ചോദിച്ചു, ബ്രോ എൻ്റെ S24 ആണ്, എനിക്ക് എപ്പം പണി കിട്ടുമെന്ന് എനിക്കറിയില്ല എന്ന് എനിക്കൊരു മെസ്സേജ് അയച്ചു. അപ്പം ഞാൻ പറഞ്ഞു വിഷമിക്കേണ്ട ആവശ്യമില്ല, കാരണം വാറണ്ടി പീരീഡ് കഴിഞ്ഞാണെങ്കിലും നമുക്കിവിടെ ക്ലെയിം ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം 3 വർഷത്തിനുള്ളിലുള്ള ഫോണുകൾക്കെല്ലാം ക്ലെയിം ചെയ്യാനുള്ള അധികാരം നമുക്കുണ്ട്, ചെയ്യാൻ പറ്റും വിത്തൗട്ട് ഫിസിക്കൽ ഡാമേജ്. പറയും ഇനി നമ്മുടെ പ്രശ്നങ്ങൾ കൊണ്ടല്ലാത്ത എന്ത് കാരണമാണെങ്കിലും നമുക്കത് പരിഹരിച്ച് കിട്ടാനുള്ള അവകാശമുണ്ട്. അതുകൊണ്ട് ആരും പേടിക്കേണ്ട. സാംസങ്ങിന് ഫോൺ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്ത് കുറ്റം പറഞ്ഞാലും സാംസങ്ങിൻ്റെ ആയിട്ടുള്ള കുറേ പ്രത്യേകത സാംസങ്ങിനുണ്ട്. വിത്തൗട്ട് എക്സിനോസ് പ്രോസസ്സർ, ബാക്കി എല്ലാ കാര്യങ്ങളും സാംസങ്ങിൻ്റെ ആയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. അത് ഇഷ്ടപ്പെടുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട്. സോ അവരാണ് ഇതിനെ എടുക്കാനും താല്പര്യപ്പെടുന്നു എന്നാൽ പേടിയുണ്ട്. സോ നിങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കണ്ട. പിന്നെ ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, എക്സ്റ്റൻഡ് വാറണ്ടി. നിങ്ങളൊരു ഫോൺ എടുക്കുന്നുണ്ടെങ്കിൽ ഏതായാലും നിങ്ങൾ ഫ്ലാഗ്ഷിപ്പ് ലെവൽ ഫോണോ അല്ലെങ്കിൽ 50,000 40,000 എബോ ഉള്ള ഫോണോ അല്ലെങ്കിൽ ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവലുള്ള ഫോണോ എടുക്കുവാണെങ്കിൽ ഈ ഒരു ഫോണിന് നിങ്ങൾ ഒരു എക്സ്റ്റൻഡ് വാറണ്ടി കൂടെ എടുക്കുക. ഒരു 4-5 ടൈപ്പ് വാറണ്ടി കിട്ടും. ഇനി സപ്പോസ് നിങ്ങൾക്ക് വാങ്ങിക്കാനായിട്ട് നിങ്ങളുടെ ഫോൺ EMI ആയിരിക്കും എടുക്കുന്നത്. ഫസ്റ്റ് ഞാൻ ഒരിക്കലും പറയുന്നില്ല, അല്ലെങ്കിൽ റെഡി പൈസയ്ക്ക് എടുക്കുന്ന കാര്യമൊന്നും ഞാൻ പറയുന്നില്ല. EMI എടുക്കുവാണെങ്കിൽ പോലും നിങ്ങൾ ഫസ്റ്റ് നിങ്ങൾക്ക് എടുക്കാൻ പേയ്മെൻറ്റ്, ഇപ്പോൾ നിങ്ങൾ ചെല്ലുന്ന ഷോറൂമിൽ ചോദിക്കും നിങ്ങളോട് വാറണ്ടി എടുക്കട്ടെ, എക്സ്റ്റൻഡ് വാറണ്ടി ഡിസ്പ്ലേക്കൊക്കെ എന്നുള്ള ഒരു പ്രത്യേകം പറയുന്നത്. അത് നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട. നിങ്ങൾക്ക് കുറച്ച് ടൈം വേണമെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്താൽ മതി. നിങ്ങളുടെ ഫോൺ വാങ്ങിച്ചതിന് ശേഷം നിങ്ങൾക്ക് 1 മാസം ടൈമാണ്. നിങ്ങളുടെ ഫോണിൻ്റെ സെറ്റിംഗ്സിൽ ആ ഒരു ഫീച്ചർ ഉണ്ട്. സെറ്റിംഗ്സ് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ വാറണ്ടി എടുക്കാൻ പറ്റും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാക്കേജ് എടുത്തിട്ട് നിങ്ങൾക്ക് ഒരു 30 ദിവസം നിങ്ങളുടെ ഫോൺ ആക്ടിവേറ്റ് ചെയ്ത് 30 ദിവസത്തിനുള്ളിൽ നിങ്ങൾ എടുത്താൽ മതി. ഇനി 30ാമത്തെ ദിവസമാണ് നിങ്ങൾക്ക് ആ പാക്കേജ് എടുക്കാൻ പറ്റും. ഓക്കെ, ആ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി. ആ ടൈമിൽ നിങ്ങൾക്ക് പൈസ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈം കിട്ടും. അതാണ് ഞാൻ പറഞ്ഞത്. പെട്ടെന്ന് ഇപ്പോൾ എല്ലാവർക്കും അത്രയും എമൗണ്ട് എടുക്കാൻ കാണത്തില്ല. ഇപ്പോൾ 2000 ആയാലും 3000 ആയാലും അതിപ്പോൾ 1500 ആയാലും EMI എടുത്ത് ഡൗൺ പേയ്മെൻറ്റ് അടച്ച് എടുക്കുന്ന സമയത്ത് ചിലപ്പോൾ ഒരു പക്ഷേ അത്രയും എമൗണ്ട് എടുക്കാൻ കാണില്ല. സോ നിങ്ങൾക്ക് 30 ദിവസം സമയം കിട്ടും. എടുക്കുന്ന സ്റ്റാർട്ടിംഗ് ഡേ മുതൽ 30 ദിവസം സമയം കിട്ടും. അതിനുള്ളിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാക്കേജ് എടുക്കുക. അതുകൊണ്ട് എടുത്ത് വെക്കുക. കാരണം 1 വർഷം കഴിഞ്ഞാലും ഒരു 1.5 വർഷത്തിൽ 2 വർഷത്തിൽ ഒരു എക്സ്റ്റൻഡ് വാറണ്ടി കൂടെ എടുത്തോളൂ. എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇവരുടെ ഗിമിക്സ് കാണുമല്ലോ, അല്ലെങ്കിൽ ഇവർ പറയുന്ന ഗിമിക്സ് അല്ല, ഇവർ പറയുന്ന എക്സ്പ്ലനേഷൻസ് കേൾക്കേണ്ട ആവശ്യമില്ല. നമുക്ക് തീർച്ചയായിട്ടും വീണ്ടും കുറച്ചുകൂടെ പ്രയോറിറ്റി കൂടും. സോ എനിവേ ഈ ഒരു കാര്യം നിങ്ങളെല്ലാവരും ശ്രദ്ധയിൽപ്പെടുത്തുക. ഗ്രീൻ ലൈനായിട്ടുള്ള എന്ത് ഇഷ്യൂ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സഹായം വേണമെങ്കിൽ നിങ്ങൾക്ക് എനിക്ക് പേഴ്സണലി ഒന്നെങ്കിൽ നിങ്ങൾ കമൻറ്റ് ഇട്ടോ, ഞാൻ റിപ്ലൈ തരാം പറ്റുന്നതിന്, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചോളൂ. എനിത്തിങ് ഐ വിൽ ബി ഹിയർ. സോ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. സോ ഏതായാലും എനിക്ക് എന്തോ ഗോഡ് ഗ്രേസ്, ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നു. എനിക്ക് ആ ഒരു കാര്യം ചെയ്ത് കിട്ടിയതിലും അതിൻ്റെ പുറകെ കടന്ന് ഓടി, എങ്കിലും കുറച്ച് വിഷമിച്ചെങ്കിലും നമ്മുടെ ആ ഫൈനൽ ഔട്ട്പുട്ട് നല്ല രീതിയിലാണ് വന്നത്. സോ നിലവിൽ അപ്ഡേഷൻ എല്ലാം കഴിഞ്ഞിട്ടുണ്ട്.
നിലവിൽ ഒരു ഗ്രീൻ ലൈൻ ഇഷ്യൂയോ പ്രശ്നങ്ങളോ ഒന്നുമില്ല. വൈഫൈ തന്നെയാണ് അപ്ഡേഷൻ ചെയ്തത്. പിന്നെ ചാർജ് ഫുൾ ആയതിനു ശേഷമാണ് അപ്ഡേറ്റ് ചെയ്തത്. 80% ആയതിനു ശേഷം ഞാൻ അപ്ഡേഷൻ ചെയ്തത്, അല്ല ലോ അല്ലെങ്കിൽ ചാർജ് ചെയ്തുകൊണ്ടൊന്നും ഞാൻ ചെയ്തിട്ടില്ല. അങ്ങനെ ചെയ്യാതിരിക്കുക നിങ്ങളാരും. നിങ്ങൾ പരമാവധി ഈ ചാർജ് ചെയ്തുകൊണ്ട് ഫോൺ ഉപയോഗിക്കാതിരിക്കുക, ചാർജ് ചെയ്തുകൊണ്ട് അപ്ഡേഷൻ ചെയ്യാതിരിക്കുക, കഴിയാവുന്നത് വൈഫൈയിൽ അപ്ഡേഷൻ ചെയ്യാൻ ശ്രമിക്കുക. പറ്റുമെങ്കിൽ അപ്ഡേഷൻ വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് റീസ്റ്റാർട്ട് ചെയ്തതിനു ശേഷം അപ്ഡേഷൻ ചെയ്യാൻ ശ്രമിക്കുക. ഇതൊക്കെയായിരിക്കും നല്ല കാര്യങ്ങൾ. സോ എനിവേ, വീഡിയോ ഇഷ്ടപ്പെടും വിചാരിക്കുന്നു. എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത്. ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എമിൽ സൈനിങ് ഓഫ്.